ഇന്ന് നമ്മൾ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു തിക്കയാണ്, അഥവാ പൊട്ടറ്റോ കട്ട്ലേറ്റ്. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1/2 കിലോ പൊട്ടാറ്റോ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടോടെ തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ചൂടോടെ മാഷ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഒട്ടും കട്ടയില്ലാണ്ട് നന്നായി പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലെക്സ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാലയും ചേർക്കുന്നുണ്ട്. ഈ ചാട്ട് മസാലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചധികം മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് പാകത്തിനുള്ള എരിവും ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ കയ്യിലെടുത്ത് ഇതുപോലെ ഉരുട്ടി നോക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കരുത് കേട്ടോ. അങ്ങനെ നിങ്ങളത് ഒട്ടി പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് മിക്സ് എടുത്തിട്ട് കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലുള്ള ഒരു ഷേപ്പ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇനി റൗണ്ട് ഷേപ്പ് വേണ്ടാന്നാണെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഒട്ടും ക്രാക്ക് ഇല്ലാണ്ട് വേണം നമ്മളിതിനെ ഷേപ്പാക്കി എടുക്കാനായിട്ട്. ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓയിലൊക്കെ ഇടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. എല്ലാതും കൂടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിതിനെ ഷാലോ ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായി വെച്ച് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും കേട്ടോ. ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിതിനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഓയിലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓയിൽ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആലു തിക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് ഞാനിവിടെ മിൻറ്റ് ചട്നിയും ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഇതുവരെ നിങ്ങൾ ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്